അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്കെല്ലാവർക്കും മലയാളികൾക്ക് പ്രത്യേകിച്ച് ഉണ്ണിയപ്പം വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റ് സ്നാക്കാണ്. പക്ഷെ പലരുടെയും പ്രശ്നം ഈ ഉണ്ണിയപ്പം റെഡിയാവുന്നില്ല എന്നുള്ളതാണ്. പലരും പഴം ചേർത്തും ഗോതമ്പ് കൊണ്ടൊക്കെ ഉണ്ണിയപ്പം പ്രിപ്പയർ ചെയ്യാറുണ്ട്. എന്നാൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഞാൻ അരിയും ശർക്കരയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. ഒരു റെസിപ്പിയിൽ ഞാൻ അരി ഉപയോഗിച്ചിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചരിയാണ് എടുക്കേണ്ടത്, വൈറ്റ് റൈസ്. 2.5 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് ഇതൊന്ന് കുതിർത്തി വെക്കാം. ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും ഇത് നന്നായി ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ 450 ഗ്രാം ശർക്കരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല മധുരമുണ്ട് 450 ഗ്രാം യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ ശർക്കര ഇതേപോലെ ക്യൂബ്സ് ആയിട്ടുള്ളതാണ്. അതിൽ 4 വലിയ ക്യൂബും ഒരു ക്യൂബ് ഞാൻ പീസാക്കിയിട്ടുണ്ട്. അങ്ങനെ 4.5 ക്യൂബ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കരുത്, കാരണം നമ്മൾ ഇത് ഉപയോഗിച്ചാണ് അരി അരക്കുന്നത്. അപ്പം നല്ലോണം വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ബാറ്റർ ഭയങ്കര ലൂസായി പോവും. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം പെർഫെക്റ്റായി കിട്ടില്ല. അപ്പം വളരെ കുറച്ച് മാത്രം 1/4 കപ്പ് മതിയാവും ഇതിന് വെള്ളം ആഡ് ചെയ്തിട്ട് ഇത് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി ഉരുക്കിയതിന് ശേഷം നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചില്ലെങ്കിൽ അതിൽ കരടുണ്ടാവും, എന്തായാലും വെള്ളത്തിൽ കരടുണ്ടാവും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി നല്ലോണം കഴുകിയ വൈറ്റ് റൈസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചോറ് ആഡ് ചെയ്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂണ് ചോറ് മതിയാവും, അധികം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഏത് റൈസ് ആണെങ്കിലും കുഴപ്പമില്ല, കുറുവ അരിയോ അങ്ങനത്തെ ഏതെങ്കിലും അരി ഉപയോഗിച്ചുണ്ടാക്കിയ ചോറ് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. ഇനി ഈ അരി ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരയുടെ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഈ അരി ഒന്ന് മുങ്ങി വരുന്നത് വരെയാണ് നമുക്ക് ശർക്കരയുടെ സിറപ്പ് ആവശ്യമുള്ളത്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അഥവാ നിങ്ങളെ കയ്യിൽ നിന്ന് ഈ ശർക്കരയുടെ സിറപ്പ് ലൂസായി പോവുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു അളവ് അനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി. ഇത് ഒരു ഡിപ്പായി നിൽക്കുന്നത് വരെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായി ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും കുറവ് ഏലക്കായ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കറുത്ത എള്ള് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എള്ളിൻ്റെ ഒക്കെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം, കട്ടയൊന്നും ഇല്ലാതെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ശർക്കരയിൽ ഓൾറെഡി ഒരു ഉപ്പിൻ്റെ രസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ നോക്കിയിട്ട് മാത്രം ഉപ്പ് ആഡ് ചെയ്താൽ മതി, ഉപ്പില്ലാന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ വേറൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. നന്നായി കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമുക്കിതൊരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 6 മണിക്കൂറിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ചുടുന്ന ഒരു പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ നന്നായി ചൂടാക്കുക. അപ്പം നല്ലോണം ചൂടായാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റായിട്ട് ഉണ്ണിയപ്പം കിട്ടുള്ളൂ. അങ്ങനെ അതിൻ്റെ എല്ലാ കുഴികളിലും അതിൻ്റെ ഫുൾ അളവിൽ തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മേൽഭാഗം ഏകദേശം ഒരു ബ്രൗൺ കളറായി വരും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷമാണ് നമ്മൾ ബാറ്റർ ഒഴിച്ചതെങ്കിൽ നമുക്ക് 1 മിനിറ്റ് തൊട്ട് 2 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ മേൽഭാഗം നല്ലവണ്ണം ബ്രൗൺ കളറായി പൊങ്ങി വന്നിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം.
ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ണിയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു രീതിയിലല്ല നിങ്ങൾ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. തീർച്ചയായിട്ടും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടി പറ്റും. ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.